നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വാസ്തുപ്രകാരം വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, ഈ രണ്ടു തരത്തിലുള്ള എനർജികൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് അവിടെ താമസിക്കുന്ന അംഗങ്ങളുടെ ആരോഗ്യം, പുരോഗതി, തൊഴിൽ, ബിസിനസ്, ബന്ധങ്ങൾ മുതലായവയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ചില വിഗ്രഹങ്ങളുണ്ട്. അവ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷവും സമൃദ്ധിയും ലഭിക്കുന്നതായിരിക്കും. വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ വിഗ്രഹങ്ങളാണ് നിർബന്ധമായും നമ്മൾ ഭവനത്തിൽ സൂക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുകയാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. അറിവുകൾ മറ്റുള്ളവരിലും കൂടി എത്തട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാമ്പത്തികമായി ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ചേഞ്ച് ഒക്കെ വരാനായി ഭവനത്തിൽ വയ്ക്കാൻ കഴിയുന്ന വിഗ്രഹങ്ങളിൽ ആദ്യത്തേത് ആനയുടെ പ്രതിമയാണ്. പുരാതന കാലം മുതൽ തന്നെ നമ്മൾക്ക് അറിയാവുന്ന ആനകളെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി തന്നെയാണ് കണക്കാക്കുന്നത്. ആനകൾ എപ്പോഴും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് പുരാതന കാലം മുതൽ ഇപ്പോഴായാലും ഇനി എത്ര കാലം കഴിഞ്ഞാലും ആനകളെ സമ്പത്തിൻ്റെ പ്രതീകമായി തന്നെയാണ് കണക്കാക്കി പോരുന്നത്. ആനയെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സൃഷ്ടിയായിട്ടും കണക്കാക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ ഒരു ആനയുടെ പ്രതിമ സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി അപ്പോൾ ആനയുടെ പ്രതിമ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാവുന്നതാണ്. വീട്ടിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഒരു ആനയുടെ പ്രതിമ സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായിരിക്കും. അതേസമയം വെള്ളിയിൽ തീർത്ത ആനയുടെ വിഗ്രഹം കിടപ്പുമുറിയിൽ സൂക്ഷിക്കുന്നത് രാഹുവിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങളിൽ നിന്ന് നീക്കുമെന്നും ഒരു കരുതി പോരുന്നുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രതിമ സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലത്ത് ഒരു ചിത്രം വയ്ക്കുന്നതും ഗുണം ചെയ്യും. പ്രതിമ വാങ്ങിക്കാൻ കഴിയാതെങ്കിൽ ഒരു ചിത്രം വയ്ക്കുന്നതും വളരെ ഗുണകരമായ ഒരു മാറ്റം, സാമ്പത്തികമായ ഒരു ഉയർച്ച നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന ആനയുടെ പ്രതിമ ഭവനത്തിൽ പറഞ്ഞ ദിശയിൽ സൂക്ഷിക്കാവുന്നതാണ്. അടുത്തതായി അരയന്നം. ഹംസത്തെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കി പോരുന്നത്. അപ്പോൾ നമ്മുടെ സ്വീകരണ മുറിയിൽ, ഭവനത്തിൻ്റെ സ്വീകരണ മുറിയിൽ ഒരു ജോഡി അരയന്നത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുക. ഇതോടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുകയും വീട്ടിൽ സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ ഐക്യത്തിൻ്റെയും അന്തരീക്ഷം സ്വയം സംജാതമായി വരികയും ചെയ്യുന്നതാണ്. ഒരു ജോഡി അരയന്നങ്ങളുടെ വിഗ്രഹം വീട്ടിൽ സ്ഥാപിക്കുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവും സ്നേഹവും ഊഷ്മളതയും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിൽ വയ്ക്കാവുന്നതാണ് അരയന്നത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം. അരയന്നങ്ങളുടെ വിഗ്രഹം ഭവനത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ദിശയിൽ സാമ്പത്തിക നേട്ടം ലഭിക്കുകയും ബന്ധങ്ങൾ, കുടുംബ അംഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ ഒന്നുകൂടി ദൃഢമാവുകയും ചെയ്യുന്നതാണ്. അടുത്തതായി ആമയുടെ പ്രതിമ, അതായത് വീട്ടിലൊരു ആമ ഉണ്ടായിരിക്കുന്നത് വളരെ ശുഭകരമാണ്. ചില ആളുകൾ അവരുടെ അക്വേറിയങ്ങളിൽ ആമകളെ ഇടാറുണ്ട്. പുരാണ വിശ്വാസം പ്രകാരം ആമയെ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര രൂപമായിട്ട് തന്നെയാണ് കണക്കാക്കി പോരുന്നത്. അതിനാൽ ആളുകൾ അവരുടെ വീട്ടിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ആമയെ. നിങ്ങൾക്കൊരു ആമയെ ജീവനോടെ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ വീട്ടിൻ്റെ വടക്ക് ദിശയിൽ ഒരു ആമയുടെ പ്രതിമ സ്ഥാപിക്കുന്നത് വളരെ ശുഭസൂചകമാണ്. അതിൻ്റെ ഫലവും ഒരേപോലെ ശുഭസൂചകമായി തന്നെ കണക്കാക്കി പോരുന്നുണ്ട്. അതേസമയം പ്രധാന വാതിലിന് അഭിമുഖമായി ഒരു ലോഹത്തിൽ തീർത്ത ആമയും സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന മുറിയിൽ ഒരു ചെറിയ വെള്ളിയിൽ തീർത്ത ആമയുടെ പ്രതിമ സൂക്ഷിക്കുന്നതും സാമ്പത്തികമായി ഉന്നതി, ഐക്യം, സാമ്പത്തിക ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വളരെ സഹായിക്കുന്നതാണ്. അടുത്തതായി കുട്ടികളുടെ മുറിയിൽ വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് തത്തയുടെ പ്രതിമ. വാസ്തുശാസ്ത്രത്തിൽ തത്തയെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന്, പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുറിയിൽ ഒരു തത്തയുടെ പ്രതിമയോ അതല്ലെങ്കിൽ പ്രതിമ ലഭിച്ചില്ലെങ്കിൽ ചിത്രമോ വയ്ക്കുകയാണെങ്കിൽ അവരുടെ ഏകാഗ്രത, അവർക്ക് പഠനത്തിലുള്ള ഏകാഗ്രത വർദ്ധിക്കുകയും പഠനത്തിൽ മികച്ച നിലവാരം പുലർത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഒരു തത്തയെ വീട്ടിൽ വളർത്തുകയോ അല്ലെങ്കിൽ ഒരു തത്തയുടെ വിഗ്രഹം സ്ഥാപിക്കുകയോ ചെയ്യുന്നത് വീട്ടിലെ അന്തരീക്ഷത്തെ സന്തോഷത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രതാപവും ഉന്നതിയും ഐശ്വര്യവും ഒക്കെ വരാൻ വേണ്ടി ഈ തത്തയുടെ പ്രതിമ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഒരു തത്തയെ വളർത്തുകയോ ചെയ്യുന്നത് മുഖേന സാധ്യമാകുന്നതാണ്. അടുത്തതായി മത്സ്യത്തിന്റെ പ്രതിമ. മിക്ക ആളുകളും നിങ്ങളുടെ വീടുകളിൽ അക്വേറിയങ്ങൾ, എല്ലാ വീടുകളിലും ഇപ്പോൾ അക്വേറിയം സ്ഥാപിക്കുന്നുണ്ട്. വർണ്ണാഭമായ മത്സ്യങ്ങളെയും അതിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ വാസ്തുവിനും ഫെങ്ഷുയിലും മത്സ്യത്തെ വളരെ ശുഭകരമായി തന്നെയാണ് കണക്കാക്കി പോരുന്നത്. നിങ്ങൾക്ക് വീട്ടിലൊരു അക്വേറിയം സാധ്യമാകുന്നില്ലെങ്കിൽ പിച്ചളയിൽ തീർത്ത അല്ലെങ്കിൽ വെള്ളിയിൽ തീർത്ത ഒരു മത്സ്യത്തിൻ്റെ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് ശുഭഫലങ്ങൾ നൽകുന്നതാണ്. ഇത് വീടിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി ഒരു ഭാഗ്യം, ഐശ്വര്യമൊക്കെ നിങ്ങളിലേക്ക് വരുന്നതിന് ഇത് സഹായിക്കുക തന്നെ ചെയ്യുന്നതാണ്. അടുത്തതായി പശുവിൻ്റെ പ്രതിമ. ഹിന്ദുമത വിശ്വാസപ്രകാരം പശുവിനെ പരിപാലിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളുടെയും കടമയായിട്ട് തന്നെയാണ് കരുതി പോരുന്നത്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ പശുവിനെ പരിപാലിക്കുന്നുണ്ട്. എന്നാൽ എല്ലായിടത്തും നമുക്കൊരു പശുവിനെ വളർത്തുന്നത് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു പശുവിൻ്റെ പ്രതിമ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമാണ്. അത് എല്ലാ ഭവനത്തിലും അത് സൂക്ഷിക്കുക വേണം. പശുവിനെ പരിപാലിക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ഒരു പ്രതിമ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പശുവിൻ്റെ വിഗ്രഹം പിച്ചളയോ അല്ലെങ്കിൽ വെളുത്ത കല്ലോ കൊണ്ടുണ്ടാക്കിയത് നല്ലതാണ്, വളരെ ശുഭസൂചകമാണ്. വീട്ടിലൊരു പശു വിഗ്രഹം സൂക്ഷിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അനാവശ്യമായി ഉണ്ടാകുന്ന ഈ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അവരുടെ ബുദ്ധി വികസിക്കുകയും ബുദ്ധി വളർച്ചയുണ്ടാകുകയും ബുദ്ധിക്ക് ഷാർപ്പാകും. നമ്മൾ പറയല്ലേ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് ടീച്ചർ സ്കൂളിൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് നല്ല ഷാർപ്പ് ബുദ്ധിയിൽ അവർക്ക് എത്തുകയും അത് വീണ്ടും പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അവരുടെ മൈൻഡിൽ അവർക്കത് സേവ് ചെയ്ത് വെക്കാനും ഭാവിയിൽ പരീക്ഷ എക്സാമിനൊക്കെ അവർക്ക് നല്ല നിലവാരത്തിലെത്താനും മെച്ചപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യാനും അവർക്ക് സാധ്യമാകുന്നതാണ്. അടുത്തതായി ഒട്ടകത്തിൻ്റെ പ്രതിമ. വാസ്തുവിലും ഫെങ്ഷുയിലും പുരോഗതിയുടെ അടയാളമായിട്ട് ഒട്ടകത്തെ കണക്കാക്കുന്നുണ്ട്. ഒട്ടകത്തിൻ്റെ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമാണ്. നിങ്ങൾക്ക് ഡ്രോയിങ് റൂമിലോ അല്ലെങ്കിൽ സ്വീകരണ മുറിയിലോ ഒരു ഒട്ടകത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇതിലൂടെ കരിയറിലും അതേപോലെ ബിസിനസ്സിലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ വാസ്തുപരമായി ഏതൊക്കെ വിഗ്രഹങ്ങളാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ഉന്നതിക്കുമായി ഭവനത്തിൽ വയ്ക്കാൻ സാധിക്കുന്നത്, അത് ഏതൊക്കെ ദിശയിലാണ് വയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇതെല്ലാവർക്കും വാങ്ങി വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ വെക്കണം, ഏത് ദിശയിൽ വെക്കണം, അത് ഭവനത്തിൽ വെച്ചാൽ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിട്ട് വാങ്ങിക്കാതെ മാറ്റി വെച്ചിരുന്നവരൊക്കെ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങിച്ച് ഭവനത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സമ്പത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് എത്തുന്നതിന് ഇത് വളരെയേറെ നമ്മളെ സഹായിക്കുന്നതും ആയിരിക്കും.